എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് രാവിലെ തന്നെ ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടല്ല ചപ്പാത്തി ഉണ്ടാക്കുന്നത്, ലഞ്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവും ഉണ്ട്. ഇന്ന് പുട്ടും പഴവും ഇതുകൊണ്ട് തന്നെ ഞാനിത് വീഡിയോയിൽ കാണിച്ചതുമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി വെക്കാനുണ്ട്, പിന്നെ കുറച്ചധികം ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട്. ഈ രണ്ട് പണി ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കിച്ചണിൽ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ തേങ്ങ ഇരണ്ടൽ അതിനെയൊക്കെയുള്ള ഏറെ ബുദ്ധിമുട്ടാണ്. കുറച്ചധികം തേങ്ങ ചിരണ്ടി വെക്കണം. ഇനിയിപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ശനിയാഴ്ച കൊഴുക്കട്ട ഉണ്ടാക്കണം, പിന്നെ അടുത്ത ആഴ്ച അപ്പവും പാലും അതിനൊക്കെ തേങ്ങ വേണം. അപ്പോൾ അതിനൊക്കെയുള്ള തേങ്ങയാണ് ഇന്ന് റെഡിയാക്കി വെക്കേണ്ടത്. തേങ്ങ ഇന്നിപ്പോൾ നമ്മളുടെ ഏറ്റവും അവസാനം തീർന്ന ഒരിത്തിരി തേങ്ങ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കറികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതോടുകൂടി ഫ്രിഡ്ജിലുള്ള തേങ്ങയൊക്കെ തീരും. അപ്പോൾ ഞാൻ റയൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തേങ്ങ പൊതിച്ച് തരണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ തേങ്ങ പൊതിച്ചും ചിരണ്ടിയും കൂടി തന്നേക്കാം എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ റയനെ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം, ചുട്ടെടുക്കൽ മാത്രം റയനെ കൊണ്ട്, ബാക്കി പരത്തി കൊടുക്കലിടലൊക്കെ ഞാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് അതൊന്നും ഞാൻ ചെയ്തു തരാം, ആദ്യം ഞാൻ തേങ്ങ റെഡി തരാം, അപ്പോഴേക്കും മമ്മി ജോലികളൊക്കെ ഒന്ന് ഒതുക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വേഗം മാവ് കുഴച്ചും കൊണ്ട് മാറ്റി വെച്ച്. അത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് മേലൊക്കെ കഴുകി വന്ന് ഉടുപ്പൊക്കെ മാറി പിന്നെ അടിച്ചു വാരി തുടക്കൽ. അപ്പോൾ ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ റയൻ അവിടെ തേങ്ങ പൊതിച്ച് ചിരണ്ടാനിരിക്കാൻ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ചിരണ്ടാനിരിക്കല്ലേ, ഞാനൊന്ന് അടിച്ചു വാരിയിട്ട് അവിടെ മാത്രം ഒന്ന് ആദ്യം ഒന്ന് തുടച്ചിങ്ങനെ തരാം, എന്നിട്ട് അവിടെ ഇരുന്ന് തേങ്ങ അരടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവനവിടെ ഞാൻ നിർത്തിയേക്കണേട്ടാ, ഏതായാലും ഇതങ്ങോട്ട് തീർന്നേക്കട്ടെ എന്ന് പറയാം. അപ്പോൾ അവൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേണ്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവൻ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവൻ ഇതുകൊണ്ട് ഇങ്ങനെ കയറണേ ഇരുന്ന്. അപ്പോൾ ഞാൻ നിൽക്ക് ഇതൊന്ന് അടിച്ച് വാരിയിട്ടേ എന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ സൂഫി ഡാൻസാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നുണ്ട് മമ്മി ഞാനിപ്പോൾ സൂഫി ഡാൻസാണ് കളിക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെ റയൻ തന്നെ അവന് വേണ്ട എൻജോയ്മെൻറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. അവൻ്റെ പ്രയാസം എന്നെ കാണിക്കാതിരിക്കാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ മാത്രം ഒന്ന് വേഗം തുടച്ചിട്ടെ, ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ അപ്പുറത്ത് നിന്ന് തുടച്ചാൽ മതിയല്ല. അപ്പോൾ ഇവനിവിടെ ഇരുന്നിട്ട് സമാധാനമായിട്ടിരുന്നിട്ട് ചിരണ്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഇരുന്ന്. അപ്പോൾ അതേ 4 തേങ്ങ പൊട്ടിച്ച് 8 പീസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തേങ്ങകളൊക്കെ അങ്ങനെ തന്നെ പപ്പക്ക് കൊടുത്തിട്ടാ. കഴിഞ്ഞ പ്രാവശ്യം തേങ്ങ ഇരണ്ടിയില്ലേ, അപ്പോഴും ഇതുപോലെ 4 തേങ്ങയായിരുന്നു അവൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് ആ തേങ്ങ വെള്ളം തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ്സിലേക്ക് അത് അരിച്ചൊഴിച്ചിട്ട് ആ ഗ്ലാസ്സിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതിനകത്ത് കൊള്ളാതെ. അപ്പോൾ അത് വേറൊരു പാത്രത്തിലും കൂടി അരിച്ചെടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പാത്രം എടുക്കാൻ കൈ നീട്ടിയതാ, നമ്മുടെ നിറച്ച് വെച്ചിരുന്ന ഗ്ലാസ് അങ്ങനെ തന്നെ ഈ ഭാഗത്തായിരുന്നു. ആ ഗ്ലാസ് അങ്ങനെ തന്നെ സിങ്കിൻ്റെ അകത്തേക്ക് മറിഞ്ഞ് വീണ് അത് പോയി. പപ്പ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തവണ പപ്പ പറഞ്ഞ് അരിക്കണ്ട ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞ് വന്നിട്ട് ആ ചവറോട് കൂടി തന്നെ കുടിച്ച ഒരു തേങ്ങയുടെ നാരൊക്കെ വീണിട്ടുണ്ടാകുമല്ലോ. അപ്പം ഞാൻ റയൻ ചിരണ്ടാൻ ഇരുന്നപ്പോൾ തന്നെ റയൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങയുടെ നാര് വീഴാത്ത, കറുപ്പ് ഭാഗം വീഴാത്ത തേങ്ങ കുറച്ച് ആദ്യം തന്നെ തന്നേക്കണം. അത് പെസഹാപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കറുത്ത കുത്തില്ലാതെ പെസഹാപ്പം ഉണ്ടാക്കാൻ അങ്ങനെ ആദ്യത്തെ തേങ്ങ തന്നേക്കാം. അപ്പോൾ ആദ്യം തന്നെ അവൻ ചിരണ്ടി ഒരു പാത്രം നിറയുക. അപ്പോൾ പറഞ്ഞ് പാത്രം ഇങ്ങോട്ട് തന്നാൽ മതി, അതിനകത്ത് അത് നിറച്ച് വെച്ചേക്കാം. അങ്ങനെ 2 തേങ്ങയുടെ അകത്തു നിന്നുള്ള ആ വെള്ള ഭാഗം മാത്രം എടുത്തിട്ട് ആ ഒരു പാത്രം ആദ്യം തന്നെ ഇങ്ങോട്ട് തന്നാൽ അത് നേരെ ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് അവൻ അവിടെ ഇരുന്ന് സാവധാനം ചിരണ്ടട്ടെ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ 2 കറികളാണ് ഈ ചപ്പാത്തിക്ക് വെക്കണത്. ഇതെനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ പനീറിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പനീറൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേണ് ആദ്യം തന്നെ. അപ്പോൾ പനീറിൻ്റെ അകത്തോട്ട് തൈരും കസൂരി മേത്തിയും ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അത്രയും പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, അത്രയും പൊടികളിട്ടിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്തു. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണമായിരുന്നെങ്കിലും ഞാൻ വിചാരിച്ച് വേണ്ട, ഒരുപാട് വെള്ളത്തിലാക്കിയിട്ട് വരണമെങ്കിൽ ആ വെള്ളം വറ്റണ വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ അധികം വെള്ളം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുവിധം ഡ്രൈ അടിച്ച രീതിയിൽ തന്നെ, പക്ഷേ ഇതിന് ഇത്തിരി കൂടി വെള്ളത്തിൽ വെക്കണതായിരുന്നു നല്ലത്. കുറച്ചും കൂടി ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കണമായിരുന്നു. അതങ്ങനെ തന്നെ ഇരുന്നേച്ച് എടുത്ത സമയത്ത് അങ്ങനെ തന്നെ ഇരുന്നേച്ച്. ഞാൻ വിചാരിച്ച് വെള്ളം കിനിഞ്ഞങ്ങ് വരുമോയെന്ന് വിചാരിച്ചു, പക്ഷേ വെള്ളം കിനിഞ്ഞ് വന്നില്ല. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇത് ക്യാപ്സിക്കം, തക്കാളിയൊക്കെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് തക്കാളിയൊക്കെ എടുത്ത്, പിന്നെ ഇത്തിരി വെളുത്തുള്ളി, സവാളയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അവനവിടെ ഇരിക്കണോണ്ട് ഞാൻ വിചാരിച്ച് ഇതിൻ്റെ കട്ടിങ്ങെല്ലാം കഴിയട്ടെ, എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ സവാള എടുക്കുക. അപ്പോഴേക്കും ചിലപ്പോൾ അവൻ്റെ ചിരണ്ടിനും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രിഡ്ജിൽ ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ തവണ ചിരണ്ടി വെച്ച ബാക്കി തേങ്ങ. അപ്പോൾ അത് നമ്മുടെ ഇന്ന് കറിക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ പുറത്തേക്ക് എടുത്ത് വെച്ച്.
പിന്നെ 2 പാത്രങ്ങളിലായിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് നാളെ തുടങ്ങിയിട്ട്, അതായത് ശനിയാഴ്ച തുടങ്ങിയിട്ട് തേങ്ങയുടെ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചില്ല, ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെച്ച്. അപ്പോൾ ഇനി നമ്മളുടെ പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം. പനീറിൻ്റെ ആ ഒരു ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇത്തിരി വെജിറ്റബിൾ ഓയിൽ ഇട്ടിട്ട് ഇത് ഒന്ന് പരത്തിയിട്ട് ഒന്ന് അടിവശം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ പച്ചക്കറികളും കൂടി ഇട്ടാൽ മതി. അപ്പോൾ ഇതിന് കുറച്ച് കൂടുതൽ മസാല ഞാൻ ചേർത്തിട്ടുണ്ട്, കാരണം ഈ പച്ചക്കറികൾ കുറേ അധികം ഉണ്ട്. അപ്പോൾ വെളുത്തുള്ളി ആദ്യം തന്നെ ഒന്ന് മൂപ്പിക്കണമായിരുന്നു, അത് മറന്നുപോയി. അപ്പോൾ അത് ഒന്നിട്ടിട്ട് ഇതിനോടൊപ്പം ഒന്നിട്ട് ഇളക്കിയിട്ടാണ് പിന്നെ മറ്റുള്ള പച്ചക്കറികൾ ഇട്ടത്. അപ്പോൾ ഇത്തരം പച്ചക്കറികളുള്ളതുകൊണ്ട് തന്നെയും നമുക്ക് മസാല ഇത്തിരി കൂടുതൽ വേണം, അതുകൊണ്ട് അങ്ങനെ മസാല കൂടുതലാണ്. എന്നിട്ട് പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പതിയെ ഒന്ന് ഇളക്കി ഒരിത്തിരി നേരം അങ്ങനെ ഇളക്കിയിട്ട് പിന്നെ തീ ഓഫ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്യാപ്സിക്കമൊക്കെ ഇങ്ങനത്തെ ഒരു മിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് കഴിക്കാൻ തോന്നുക. അല്ലാതെ ക്യാപ്സിക്കം വെച്ചിട്ട് ചില ആളുകൾ കറികളൊക്കെ വെക്കും, അപ്പോൾ എനിക്കതൊന്നും എനിക്ക് കഴിക്കാൻ തോന്നാറില്ല. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ ഈ പനീറിൻ്റെ കൂടെ കഴിക്കാൻ, അതുപോലെ ചിക്കൻ്റെ ഒപ്പം തന്നെ ക്യാപ്സിക്കം ഇട്ടിട്ട് മിക്സ് ചെയ്ത് അധികം വേവിക്കാതെ എടുക്കണമെന്ന് തന്നെയാണ് എല്ലാവരും പറയാറ് കേട്ടോ. ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു അധികം വേവിച്ച് കളഞ്ഞാൽ അതിൻ്റെ ഗുണം പോയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതേ ഇത്തിരി ഇത് സോസും കൂടി, ടൊമാറ്റോ സോസാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ പിസ്സയുടെ സോസൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ടൊമാറ്റോ സോസാണ് ഉള്ളത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി സോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സോയാ സോസ് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചില്ലി ചിക്കൻ്റെ പോലെയൊക്കെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സോയാ സോസൊന്നും ചേർത്തില്ല, ഇത് മാത്രം മതി. നല്ല ടേസ്റ്റാണ് ആ സംഭവം. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലെയറായൻ തേങ്ങ ചെണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോയി റെസ്റ്റ് ചെയ്തോ, അത്രയും വേർത്ത് ഒഴുകിയിട്ടാ ആ ബനിയൻ ഇട്ടേക്കണത് ഒറ്റ കളറിലിരിക്കണേണ് വേർത്തിട്ട്. അപ്പോൾ മൊത്തത്തിൽ നനഞ്ഞിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞിടാ നീ അപ്പുറത്ത് പോയി ഇരുന്നോ, ഞാനിത് വേഗം ചെയ്തോളാം, ഒരു രക്ഷയില്ല, മമ്മി എന്നെ വിളിക്കണം, ഞാൻ അത് സെറ്റായി കഴിയുമ്പോൾ ഞാൻ വരും എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ മാറി ഫാനിട്ട് അവിടെ ഇരിക്കണുണ്ടായിരുന്നു. ഞാൻ മിണ്ടാൻ പോയില്ല, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ അതിൻ്റെ സ്മെല്ല് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെന്ന് തോന്നണം. കാരണം അവനറിയാം ഞാൻ വിളിക്കൂല എന്നുള്ളതറിയാം. അങ്ങനെ അവൻ തന്നെ ഓടി വന്ന്, ഞാൻ പറഞ്ഞതല്ലേ എന്നെ വിളിക്കണമെന്ന് എന്നും പറഞ്ഞ് അരിശം കയറി എന്നെ വഴക്കൊക്കെ പറയും. അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞ് വന്ന് നിന്ന് അതൊക്കെ ഉണ്ടാക്കി തന്നെ. അപ്പോൾ കുറേ അധികം ഉണ്ട് കേട്ടോ ചപ്പാത്തി. ഇതിപ്പോൾ ഇന്നുകൊണ്ടും നാളെ കൊണ്ടും തീരില്ല, അത്രയും ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ഇന്ന് ചിക്കൻ തീർന്ന്, ചിക്കൻ്റെ ഒരു ബോക്സിനകത്ത് നിന്ന് വളരെ കുറച്ച് മാത്രം റൂബിക്ക് ഇന്നത്തേക്ക് മാത്രം ഞാൻ വേവിച്ചിട്ടുണ്ട്. ബാക്കി ചിക്കൻ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രസ്റ്റ് പീസ് തന്നെയാണ്, അതിനകത്ത് 1-2 എല്ലിൻ്റെ ഒരു ഭാഗം ഉള്ളത് അങ്ങനെ തന്നെ റൂബിക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ബ്രസ്റ്റ് പീസ് തന്നെയാണ് നമ്മൾ കറി വെക്കുന്നത്. ഇവിടെ റയന് അങ്ങനെ ബ്രസ്റ്റ് പീസ് മാത്രം ഇട്ട് കറി അത്ര ഇഷ്ടമല്ല, റൂബിക്കും ബ്രസ്റ്റ് പീസ് മാത്രം ഇട്ട് കൊടുക്കണ ഇഷ്ടമല്ല. അപ്പോൾ റയനും എല്ല് വേണം, റൂബിക്കും എല്ല് വേണം. പക്ഷേ റൂബിക്കാണ് ഞാൻ എല്ലിട്ട് കൊടുത്തത് ഒരിത്തിരി. കാരണം മിണ്ടാപ്രാണിയുടെ ഒരു സന്തോഷമല്ലേ നമ്മൾ അതിന് മുൻഗണന കൊടുക്കണത്. അപ്പോൾ അങ്ങനെ അവൾക്ക് എല്ലുള്ളൊരു പീസൊക്കെ ഇട്ട് കൊടുത്ത് ബാക്കിയുള്ളതെല്ലാം എല്ലില്ലാത്ത പീസ് തന്നെയാണ് നമ്മളിപ്പോൾ കറി വെക്കാൻ എടുത്തേക്കണം. അപ്പോൾ സവാള എല്ലാം റയൻ നമ്മുടെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തൊക്കെ തന്ന്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതും കൂടി നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തത്, പച്ചമുളക് മാത്രം ഞാൻ കീറിയിട്ടിട്ടുണ്ട്, ബാക്കിയെല്ലാം ചോപ്പ് ചെയ്ത് തന്നെ എടുത്തേക്കണം. അപ്പോൾ ഇന്ന് ഏതായാലും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് വഴറ്റിയാലും നല്ലതാണ്. എനിക്ക് ഒട്ടും തന്നെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിവിടം വെച്ച് നിർത്തി. എന്നിട്ട് അതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും പൊടിയിട്ട് അതൊന്ന് പെട്ടെന്ന് അത്രയും തന്നെ, അതായത് ഈ വഴറ്റി നിൽക്കാനായിട്ട് നല്ല ക്ഷമ വേണം. അതിൻ്റെ കളറൊക്കെ മാറണവരെ വഴിച്ചിടുന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം കുറേ എടുക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ വഴറ്റി നിൽക്കാനുള്ള ഒരു മനസ്സും ഇല്ലാത്ത ആളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പാവക്ക പാവക്ക തീയലുണ്ടാക്കാനായിട്ട് പാവക്ക വഴറ്റിയപ്പോഴത്തേക്കും അത് കുറച്ചും കൂടി വഴറ്റിയതിൻ്റെ നിറം മാറ്റണമായിരുന്നൊക്കെയുള്ള കമൻറ്റ് കണ്ട്. അത് എനിക്കും അറിയാൻ, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എനിക്കതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ അങ്ങോട്ട് ചെയ്യും. കറികൾക്ക് വ്യത്യാസങ്ങളുണ്ട്, ഓരോ വഴറ്റലും വ്യത്യാസങ്ങൾ വരുമ്പോൾ കറികളുടെ രുചിയും മാറുന്നുണ്ട്, അതും എനിക്കറിയാം. പക്ഷേ എനിക്കെന്തോ ഭയങ്കര ക്ഷമയില്ലാത്ത, ഒട്ടും ക്ഷമയില്ല.
അതുകൊണ്ടാണ് പാവക്ക അങ്ങനെ വെച്ചത്. പക്ഷെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പാവക്ക അങ്ങനെ വഴറ്റാറേ ഇല്ല. ഇവിടെ പപ്പയുടെ അമ്മയൊക്കെ ഒട്ടും തന്നെ വഴറ്റാറില്ല. പച്ച ഇങ്ങനെ കഴുകി ഉപ്പും മഞ്ഞളും ഇങ്ങനെ പുരട്ടിയിട്ട് വെച്ചേക്കും. എന്നിട്ട് അതിനകത്ത് നിന്ന് എടുത്തിട്ട് നേരെ ചാറിലോട്ടിട്ട് വേവിക്കുകയാണ് ഞാൻ കണ്ടേക്കണത്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇല്ലേ നമ്മളിതേ ഫുഡ് എടുത്തിട്ട് അപ്പോൾ പപ്പയ്ക്ക് ഇന്ന് പള്ളി പോകാനുള്ള ദിവസമാണ്. പപ്പയ്ക്ക് ചോറ് മതി, പാവക്ക തീയലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പനീർ റോള്, ചിക്കൻ പപ്പ കഴിക്കില്ല, പനീർ റോള് തരാം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതൊന്നും വേണ്ട, പപ്പയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ല. ഉച്ചക്കൊക്കെ ചോറിനാണ് ഇഷ്ടം. അങ്ങനെ പപ്പയ്ക്ക് ചോറും ഞങ്ങൾക്ക് ഇതൊക്കെ എടുത്ത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് ഒരു പരീക്ഷണം പപ്പയുടെ തലയിൽ നടത്തുന്ന ദിവസമാണ്. അപ്പം ഞാനൊരു ഈ സ്റ്റിക്കെന്നും പറയാൻ പറ്റില്ല, ഈ നമ്മൾ ഡൈ ചെയ്യണ ഒരു സംഭവം ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി അലർജിയൊക്കെ ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു കാര്യം, അത് പപ്പയുടെ തലയിലൊന്ന് പ്രയോഗിച്ച് ഞാൻ നോക്കണേണേ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പപ്പയുടെ മുടിയുടെ ഈ നരപ്പ് ഈ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൂടിക്കാണും. നേരിട്ട് കാണുമ്പോൾ അതൊരു ഭംഗിയുള്ള നരപ്പാണ് പപ്പട. എൻ്റെ നരപ്പ് ഒരു ഭംഗിയില്ലാത്തൊരു നരപ്പുമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പപ്പട മുടി നരച്ചാൽ അതിനൊരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഡൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പിള്ളേർ പറഞ്ഞ് കല്യാണത്തിന് ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ നരപ്പ് ഇരട്ടിയായിട്ടായിരിക്കുള്ളൂ കാണുക. അതങ്ങനെയാണ്, ഫോട്ടോയിൽ നമ്മുടെ നരപ്പ് ഇരട്ടിയായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഡൈ ചെയ്യും പപ്പ. കല്യാണത്തിനും മനസ്സമ്മത്തിനും മാത്രം ഡൈ ചെയ്യും, അത് വേണ്ടി ചെയ്യേണ്ട. ഇതുപോലെ ഇപ്പം ഞാൻ ഈ കാണിച്ച ഈ സംഭവം ഇതുപോലെ ഒരു ദിവസത്തേക്ക് മാത്രം ഡൈ താല്പര്യമില്ലാത്തവർക്ക് ഒന്ന് കറുത്തിരിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ അതൊരു ചീപ്പിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് പോലെ, ഇപ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല, അത് നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ തന്നെ അത് കണ്ടുപിടിച്ച് അത് ഇങ്ങനെ ഒന്ന് തിരിച്ച് കഴിയണമെന്നുണ്ടെങ്കിൽ അത് ലിപ്സ്റ്റിക്ക് പോലെ ഇങ്ങനെ ചാടിപ്പുറത്തേക്ക് വരും. താഴെ ഭാഗം തിരിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ എത്ര വരച്ചിട്ട് ഒന്നും ആകണില്ല, അതിൻ്റെ ആ കറുപ്പ് വരുന്ന സാധനമൊക്കെ ഉള്ളിലിരിക്കണേന്. അപ്പം ഞാൻ റേനും പഠിച്ച പണി 18 നടത്തിയിട്ട് ഇതിനകത്തുനിന്ന് ഒരു തരി കളറ് പോലും മുടിമേലാകണില്ല. ഇത് അടിയിൽ തിരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയാനും പാടില്ലായിരുന്നു. പിന്നീട് അങ്ങനെ അത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ പപ്പട മുടി നല്ല അടിപൊളിയാക്കി കൊടുത്തു. എടാ കറുപ്പായടാ, മൊത്തത്തിൽ കറുപ്പിക്കണ്ട, ലൈറ്റായിട്ട് കറുപ്പിച്ചാൽ മതി, കുറച്ച് നര നിൽക്കണം. അപ്പോൾ എന്നെ തല നിറയെ മുടിയായിപ്പം. ഈ വെള്ളമുടിയാണെന്നുണ്ടെങ്കിലല്ലേ മുടിയില്ലാത്ത പോലെ ഇരിക്കുള്ളൂ. ഒത്തിരി ഇട്ട് ഇറക്കണ്ട. പൊന്നേ ഇതേടത് ഇവിടെ നോക്കിയടത് ഇവിടെ അവിടെ നിന്ന് വരേണ്ടത് ഇവിടെ. അതെ അല്ലേ, അവിടെ തന്നെ. മതി മതി മതി. പിന്നെ ഈ നെറുകലാക്ക്, നെറുകല് നല്ല രീതിയിലാക്കണം. നെറുകയില് ഭയങ്കര ഗ്യാപ്പായിട്ടാണ് കിടക്കണതേ. ഇത് കൊള്ളാലേടാ പപ്പക്ക്. പൊന്നേ ഇനിയിപ്പൊ ചെറുപ്പം മതി മതി, ഇനി കറുപ്പിക്കല്ലേ. ഇത് ഈ ചീപ്പോ ചീപ്പായിട്ടായാലും മതി. പപ്പടെ ഗ്രൂമിങ് ആണ് നടക്കണത്. ദൈവമേ, ഇപ്പൊ നേരത്തെ അങ്ങനെയല്ല, നേരത്തെ നരയുണ്ടായിരുന്നപ്പോ ചെറുപ്പക്കാരൻ നരച്ച പോലെയാണ് ഇരുന്നേച്ചത്. കറുപ്പാക്കി കഴിഞ്ഞപ്പില്ലേ പ്രായമുള്ള ആള് കറുപ്പിച്ചു. ഈശ്വരാ, എന്താ ഫ്ലാഷാ? അയ്യോ, അത് ഓടായി പോയതറിയാതെ. അത് കരിയാണ്. അതെൻ്റെ ഈ ഡൈ വെച്ചിട്ടുള്ള ഇതാണ് ചീപ്പിന കളർ വരുന്നത്, അല്ലാതെ അഴുക്കല്ലത്. ഡൈയുടെ കറുപ്പായേക്കണത്. അത് ഡൈ കറുപ്പാകും ഇപ്പം തന്നെ, അല്ലെങ്കിലും ഏത് ചീപ്പ് വെച്ച് വാരിയാലും അത് കറുപ്പായി പോകും. അപ്പൊ ഈ നെഞ്ചത്തെ മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചാല. അയ്യോ ഷർട്ടിന് പതുമ്പിനൊക്കെ ആവുന്നു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലെന്നോ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട്? വെള്ളടിച്ച ഇല്ല, അങ്ങനെ വരത്തില്ല. വേർത്ത കരിവേഷം ഇട്ട് വരും.
അയ്യോടാ എന്തുട്ടേ വാരി വാരി വെക്കണത് പോരെ. നല്ല മുടിയാണ് ഇപ്പട, നല്ല വിഗ് വെച്ച പോലത്തെ മുടിയാണ്. പക്ഷെ ഇപ്പം തിക്നെസ് പോയത് കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട്. വിഗ് പോലെ ഇരിക്കണം മുടിയാണ്. 16 ഷോ കൊള്ള. എന്താണ് അടുത്ത കല്യാണം കഴിക്കാൻ വന്നേ? ഇവിടെ ഇരുന്ന് നേരത്തെ ആ സ്ഥലത്ത് തന്നെ വന്നിരുന്ന്. അപ്പൊ നമ്മൾ ആ പഴയ അത് വലിച്ചോണ്ടോ. ഇപ്പൊ നോക്ക് എൻ്റെ പെണ്ണെ ഇവിടെ ഇങ്ങടന്ന് ചെറിയേ അല്ല അങ്ങനെയല്ല. എന്താ ഇതാണ് മുടി. സാധനം വെച്ചിട്ടല്ല. കുറച്ച് ഞങ്ങൾ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് നര വെച്ചിട്ടുണ്ട് അല്ലേ പപ്പ? ആ ഇവിടെ കുറച്ച് നര വെച്ചിട്ടുണ്ട്, ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ച്. കിടക്ക ചെയ്യില്ലേ? 18 വയസ്സാ? അതെ ആ 16 ഇപ്പൊ 2 വയസ്സ് കൂടിയായി ഇവിടെ ഇരുന്നപ്പോ. കറുപ്പിച്ചു കൊടുക്കാൻ കൊള്ളാട്ടാ. അപ്പോൾ ഇങ്ങനെ ഡൈ ചെയ്യാൻ താല്പര്യമില്ല. ഒന്ന് കറുപ്പിച്ചിട്ട് ഇടക്ക് വല്ല ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം കറുപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ കൈയൊക്കെ തലയിൽ നല്ല അമർത്തി തടകിയൊക്കെ കഴിഞ്ഞാൽ കയ്യിലേക്ക് കുറച്ചാകും. പിന്നെ അത് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അറിയാതെ മുഖമൊക്കെ തടകി കഴിഞ്ഞാൽ പോയി. പിന്നെ അത് കാട്ടാളൻ്റെ പോലെയൊക്കെ മുഖം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. എപ്പോഴും തലയിൽ ഇത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓർമ്മയുണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊരു കുഴപ്പമില്ല. നമുക്ക് നല്ല ഭംഗിയായിട്ട് പോകേണ്ട സ്ഥലത്ത് പോയിട്ട് വരാം. ഇപ്പോൾ ഇത് അധികം വിലയില്ലാത്തതാണ് ഞാൻ എടുത്തത്. നമ്മൾ ആദ്യം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 168 രൂപക്കാണ് മേടിച്ചേക്കണത് കേട്ടോ. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം. അപ്പോൾ അങ്ങനെ പപ്പ പള്ളിയിലേക്ക് പോയിട്ട് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. അപ്പം നല്ല സുന്ദരനായിട്ട് പള്ളിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഒന്നും സംഭവിച്ചില്ല. ഒരു സ്ഥലത്തും ആയതുമില്ല. വന്നിട്ട് പപ്പ തലയൊക്കെ കഴുകി രാത്രി കുളിച്ചപ്പോൾ പോയി, അത്രയേ ഉള്ളൂ. ഈ കാണുന്നത് എൻ്റെ റയൻ കൊച്ചിൻ്റെ ഓരോ പരിപാടികളാണ്. ഞാൻ എൻ്റെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനും പറഞ്ഞു. ഞാനവിടെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരും കേട്ടോ. ഉച്ചയ്ക്ക് കിടക്കണേ ഞാൻ പപ്പ പോയതിന് ശേഷം. അപ്പോൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൈ കഴുകണം എഴുന്നേറ്റിട്ട്. അപ്പോൾ ഞാൻ കൈ കഴുകാൻ എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റ് പോകരുത്, ഞാൻ കൊണ്ടുവന്ന് കഴിച്ച് തരാം മമ്മി, അവിടെ കിടന്നോളാം. നമുക്ക് ഭയങ്കര വഴക്കൊക്കെ പറയും. എന്നിട്ട് തുണിയും ഇത് ഹാൻഡ് വാഷും വെള്ളവും എല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ച് എൻ്റെ കൈ കഴുകി തുടച്ചിട്ട് പോയേക്കണേ കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് പണികൾ റയൻ നമുക്ക് ചെയ്തു തരും. അപ്പോൾ അവൻ പറഞ്ഞത് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരണ്ടേ, അപ്പോൾ ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പുള്ളി പറയണത്. അങ്ങനെ വൈകുന്നേരം ഞാൻ നടക്കാൻ പോകണേനെ. ഇനിയിപ്പോൾ നടന്ന് പോയി വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചധികം പണിയുണ്ട്. ഇന്ന് എനിക്ക് നടക്കാൻ പോകാൻ അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം കുറച്ചധികം പണിയുണ്ട്. പിന്നെ നാളെ പോകാം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും സമ്മതിക്കില്ല. റയൻ ഓടിച്ച് വിട്ടതാണ് കണ്ടത്. അങ്ങനെ പോയി വന്ന് ഞാൻ മേല് കഴുകി ഉടുപ്പ് മാറി പിന്നെയാണ് പ്രാർത്ഥന ചൊല്ലിയത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ പാത്രങ്ങളെല്ലാം കഴുകാനൊക്കെ ഉണ്ടാകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം തന്നെ എല്ലാം മാറ്റി പാത്രങ്ങൾ കഴുകി വെക്കണതാണ്. ഇപ്പം അങ്ങനെ കഴുകി വെക്കാത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഈ ചായയുടെ സമയത്തൊക്കെ ഇതൊന്നുകൂടി കറികൾ ചൂടാക്കും. അല്ലെന്നുണ്ടെങ്കിൽ രാത്രി ആകുമ്പോൾ കറി ചീത്തയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് തന്നെ എല്ലാം മാറ്റി നമുക്ക് കുഴപ്പമില്ല. വൈകുന്നേരം വരെ അത് കേടുകൂടാതിരിക്കും. വൈകുന്നേരം രാത്രി ഡിന്നർ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെ പാത്രത്തോട് ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷെ ഇപ്പം അത് നടപടിയല്ല. പല സാധനങ്ങളും ഇവിടെ വളിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ തന്നെ വെക്കണേണ്. എന്നിട്ട് ചൂടാക്കിയിട്ടൊക്കെ പിന്നെ കഴിച്ച് കഴിഞ്ഞ് ബാക്കി ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കുകയും ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ഉണ്ട്. എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ തന്നെ അങ്ങനെയുള്ള പാത്രങ്ങളിലേക്ക് മാറ്റലും കിച്ചൺ ഒതുക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇപ്പോഴായിട്ട് അതൊന്നും പറ്റണില്ല. അങ്ങനെ ഇനി പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി കഴുകി അതൊക്കെ പുറത്തു കൊണ്ടുപോയിട്ടൊക്കെ വെച്ചിട്ടും വേണം കിടക്കാനായിട്ട്. അപ്പോഴേക്കും പപ്പയൊക്കെ പോയി കിടന്നിട്ടാ. എങ്കിലും റയനും റൂബി എനിക്ക് കൂട്ടായിട്ട് അവിടെ തന്നെ കാണും കേട്ടോ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ റയൻ രാത്രി ആയപ്പോഴത്തേക്കും അവിടെ എപ്പോഴും വന്ന് എൻ്റെ മുറിയിൽ അങ്ങനെ ഇരുന്ന് കുറേ അധികം നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞും കളിച്ചും പിടിച്ചിട്ടൊക്കെ അങ്ങനെ ഇരുന്ന് രാത്രി ഒരു 12 മണിയോടുകൂടിയാണ് കിടക്കാനായിട്ട് പോണത്. അപ്പോഴേക്കും അവൻ പറഞ്ഞ് ഇന്ന് ഞാനിവിടെ കിടന്നോട്ടെ മമ്മീന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കിടന്നോന്ന് പറഞ്ഞ്. സത്യത്തിൽ എനിക്കങ്ങനെ
ചൂട് സമയത്ത് ഇങ്ങനെ കൂടെ ആരും കിടക്കണത് അത്ര ഇഷ്ടമല്ല. എങ്കിൽ തന്നെയും അവനങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്ന് രാത്രി അവൻ എൻ്റെ കൂടെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു സ്പൂണില്ലേ, ഇതൊക്കെ മിക്ക വീഡിയോകളിലൊക്കെ ഇങ്ങനെ കാണുന്നതാണ്. അപ്പോൾ എനിക്ക് അത് മേടിക്കണമെന്ന് പല പ്രാവശ്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മേടിച്ചതായിരുന്നു കേട്ടോ. 140 രൂപയാണ് 8 ഈ പാക്കറ്റിന്. പിന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതൊന്നുമല്ല, എങ്കിലും വീഡിയോയിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപ്പും മസാല പൊടിയൊക്കെ ഇങ്ങനെ എടുത്തിടാൻ നല്ലതാണ്. മൂന്നെണ്ണം ഒരുപോലെ തന്നെ ഫ്ലവർ ഷേപ്പ് ആണെങ്കിൽ ഉള്ളിൽ എന്തോ വ്യത്യാസമുണ്ട്, ഡിസൈൻ ഇത്തിരി വ്യത്യാസമുണ്ട് 3 പിന്നെ ഒരെണ്ണം ഹാർട്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2-3 സാധനങ്ങൾ കൂടി വരാനുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഒന്നാണ് ഇത്. പിന്നെ വേറൊരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഈ ഒരു മുറ ഞാൻ നമ്മുടെ പുലവാണിപ മേളയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് ഇതൊരെണ്ണം എടുക്കണമെന്ന് വിചാരിച്ച് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇതിൻ്റെ പകുതി സൈസ് ഉള്ളതിന് തന്നെ 300 സംതിങ് രൂപയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല, അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നു. ഇത് ഞാൻ മീഷോയിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും വലുതായിരിക്കും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കാരണം 300 സംതിങ് ആണ് മറ്റേ ചെറുതിന് നമ്മൾ പുലവാണിപ മേളയിൽ പറഞ്ഞേക്കണത്. അപ്പോൾ ഇത് അതിനേലും ചെറുതായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം ഇതിന് 187 രൂപയുള്ളൂ. 187 ഭയങ്കര കുഞ്ഞായിരിക്കും. നമ്മൾ ഉള്ളിലേക്ക് പൊളിക്കാണ്ട് എടുക്കുന്ന ഈ ചെറുതില്ലേ അത്ര ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇല്ലേ ഇത്രയും വലുതാണ്. അതും ഈ പനമ്പട്ടെ അത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കണത്. അടിപൊളി സൂപ്പർ. 187 രൂപയാണ് ഇതിന്. 187 അതിന് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇത് ഒരിക്കലും പുറത്ത് കിട്ടൂല, ഞങ്ങളുടെ ഇവിടെ ഒന്നും കിട്ടൂല ഒരിക്കലും. ഇതുപോലത്തെ മുറം തന്നെ കാണാൻ കിട്ടൂല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പുലവാണിപ മേളയിലാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരണത്. അതും ഭയങ്കര വിലയാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഈ സംഭവം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, നല്ല സ്ട്രോങ്ങും ആണ്, നല്ല വലിപ്പമുള്ള നല്ലൊരിത്. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണേ. പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ്, നമ്മളുടെ മുടിയൊക്കെ ഡൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഫ്രണ്ട് മാത്രം പോവില്ലേ, നരപ്പ് കാണൂലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംഭവമാണ്. ഇതെൻ്റെ കയ്യിൽ ഉണ്ട്, അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയതൊരെണ്ണം ഓർഡർ ചെയ്ത് വരുത്തിയതായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പക്കാണെന്നുണ്ടെങ്കിൽ മീഷയുടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ടച്ച് ചെയ്ത് പോകാം. അങ്ങനെ ഈ ഒരു സാധനം അതിൻ്റെ വില 189 രൂപ കേട്ടോ. പിന്നെ ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു വുഡിൻ്റെ സെർവിങ് ട്രേ ആണ്. നല്ല ഭംഗിയുണ്ട്, നല്ല വലിപ്പമുണ്ട്. 819 രൂപയെ ഇതിന് വില, 813 രൂപയെ ഇതിന് വില വരുന്നുള്ളൂ. പുറത്ത് ഇതിന് നല്ല വില കൊടുക്കേണ്ടി വരും. നല്ല വലിപ്പമുണ്ട്, പക്ഷേ ഇതിനൊരു ഡാമേജ് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് തിരിച്ച് വിട്ട് ഈ ഒരു സംഭവം ഇതുണ്ട് ഒട്ടിച്ചേക്കണത്. അവിടെ കറക്റ്റായിട്ട് അത് ഒട്ടിയിട്ടില്ല, ഇത്തിരി ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കണേണ് 1-2 സ്ഥലത്ത്. അപ്പോൾ ഇത് നമ്മൾ ട്രേയിൽ കപ്പൊക്കെ വെച്ചാൽ മറിഞ്ഞു പോകും എന്തായാലും. അപ്പോൾ അത് റിട്ടേൺ തന്നെ ചെയ്ത് അപ്പം തന്നെ പിറ്റേന്ന് തന്നെ വന്ന് അവരെടുത്തുകൊണ്ട് പോയി പൈസയും ക്രെഡിറ്റ് ആയിട്ടാണ്. ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. മീഷോയിൽ നല്ല രീതിയിൽ തന്നെ എല്ലാം അവർ റീഫണ്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് 243 രൂപക്ക്. നമ്മളുടെ തലമുടിയൊക്കെ കുറച്ച് തിന്നായിട്ടിരിക്കുന്നവർക്ക് തലമുടി നിറയെ നല്ല തിക്കായിട്ട് തോന്നാനായിട്ട്, അതായത് നമ്മുടെ നെറുക ഭാഗത്തൊക്കെ, അതായത് തലയോട്ടി പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹെയർ ഫൈബറാണ്. ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല കവറായി കിട്ടും. ഒറിജിനൽ മുടി പോലെ തന്നെ നമുക്ക് തോന്നും. ഒട്ടും ഇതൊരു പൊടി ഇട്ടതായിട്ടൊന്നും തോന്നില്ല കേട്ടോ. ഞാനിത് ഇട്ട് നോക്കി, ഞാനൊരു ഫംഗ്ഷന് പോവുകയും ചെയ്തു. എനിക്ക് വേണ്ടിയിട്ട് ഞാനിത് മേടിച്ചത്. കാരണം എനിക്ക് നല്ല രീതിയിൽ ഗ്യാപ്പ് ഉണ്ട് തലയിലൊക്കെ. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മേടിച്ചതാണ്. അപ്പോൾ അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത് തീർച്ചയായിട്ടും അങ്ങനെ വിഷമിക്കുന്നവർക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതൊന്നും ഉപയോഗിക്കാത്തത് തന്നെയാണ് എപ്പോഴും നല്ലത്. നമ്മളുടെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടു നടക്കുന്ന പോലെ ഇത്രയും നല്ല കാര്യം വേറെ ഇല്ല. പക്ഷേ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റൂല. അങ്ങനെ തന്നെ ഇപ്പോൾ മുടി നരച്ചിരിക്കുന്നത് ഞാൻ ഡൈ ചെയ്യാറുണ്ട്, ചിലവരത് ഡൈ ചെയ്യാറില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിട്ട് തലമുടി ഇങ്ങനെ തലയോട്ടി കാണുന്നു എന്നൊക്കെ വിഷമമുള്ളവർക്കും വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നൊരു കാര്യമാണ്. ഞാൻ ഏതായാലും ട്രൈ ചെയ്ത് അടിപൊളിയാണ്. ഇനി ഞാൻ പുറത്ത് പോകുമ്പോൾ ഇത് യൂസ് ചെയ്യും, അതിന് ഒരു സംശയമില്ല. അത്രയും എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ റയൻ്റെ കയ്യിലൊന്ന് ഇട്ടിട്ട് റയൻ കാണിച്ചു തന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ ഇത് കവറായി വരും കേട്ടോ. മുടിയില്ലാത്ത കഷണ്ടി തലയിൽ ഇട്ടിട്ട് കാര്യമില്ല, കുറച്ച് മുടി അവിടെ ഇവിടെയൊക്കെ വേണം, എന്നാലേ ഇത് ഇങ്ങനെ നമുക്ക് മൊത്തത്തിൽ മുടിയുള്ള പോലെ തോന്നുള്ളൂ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ റൂബിനെ കുറച്ച് കൂടുതലായിട്ട് കാണുക കേട്ടോ. ഇന്ന് ഇത്രയും കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്